ഈ ചാനൽ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന കൃത്യമായി കാണുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പക്ഷം പിടിക്കലുമില്ലാതെ വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ വിലയിരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതേ ചാനലിൽ തന്നെ CPM തിരുത്തൽ സാധ്യമല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ കിടക്കുന്നുണ്ട്. അതായത് 28,000 പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. 48 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. CPM എങ്ങനെയാണ് സാംസ്കാരിക മണ്ഡലത്തിൽ നിന്ന് മാറിയത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു അക്കാഡമിക് നിലവാരമുള്ള ഒരു പഠനം നിലവാരമുള്ള വീഡിയോ ആണ് അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ CPM വളരെ കൃത്യമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും ഒരു അകാരണമായിട്ടുള്ള പിണറായി വിരുദ്ധതയോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലുമുള്ള വിരുദ്ധതയോ ഒന്നുമില്ല. അത്തരത്തിൽ വിരുദ്ധത കാണിക്കാത്തത് കൊണ്ടും വെറുതെ ഇരുന്നവരെ കുറ്റം പറയാത്തത് കൊണ്ടൊക്കെ എൻ്റെ പല പ്രമുഖരായിട്ടുള്ള സുഹൃത്തുക്കളുമൊക്കെ തന്നെ എന്നോട് മിണ്ടാതായിട്ടുണ്ട്. എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എന്നെ വിശ്വസിച്ച് സമയം ചെലവഴിച്ച് ഈ വീഡിയോ കാണുന്ന നിങ്ങളോടാണ് എൻ്റെ പ്രതിബദ്ധത എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നുകൊണ്ടിരുന്ന വലിയൊരു ആരോപണമുണ്ട്. ആ ആരോപണം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ആ ആരോപണം എന്ന് പറയുന്നത്, ഇദ്ദേഹം 1 മണിക്കൂറോളം വരുന്ന പത്രസമ്മേളനം നടത്തുമെന്നും അതിൽ 50 മിനിറ്റ് ഇദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറയുമെന്നും 10 മിനിറ്റിലേക്ക് വേണ്ടി സാധാരണ ഈ പറയുന്ന പത്രക്കാരുടെ ചോദ്യങ്ങൾ, മാധ്യമങ്ങളുടെ പ്രവർത്തകരുടെ ചോദ്യങ്ങൾ അനുവദിക്കുമെന്നും ആ ചോദ്യങ്ങളിൽ തന്നെ കൈരളിയും അതുപോലെ ദേശാഭിമാനിയും ഒക്കെയുള്ള ആളുകൾ വളരെ സ്റ്റേജ് മാനേജറായിട്ടുള്ള ഷോ അവതരിപ്പിക്കുകയും ഒരു ചോദ്യങ്ങൾ ചോദിക്കുകയും ലോഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയും അതിന് അദ്ദേഹം ഉത്തരം പറയുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ സാധാരണ കേട്ടിരുന്നൊരു കാര്യം. പക്ഷെ അങ്ങനെ അല്ലാത്ത നിരവധി പത്രസമ്മേളനങ്ങളൊക്കെ പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലും അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നിരവധി വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കാണാതെ ഏതാണ്ട് മാധ്യമങ്ങളെ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന ഒരു പ്രതീതിയൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതെല്ലാം പൊളിച്ചുകൊണ്ട് ഏതാണ്ട് നിരവധി മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂ കൊടുത്തത് കേരളത്തിലെ ഏറ്റവും മികച്ച ജേർണലിസ്റ്റുകൾ എന്ന് പറയാവുന്ന ഓരോ ചാനലിൻ്റെയും ചീഫ് എഡിറ്റേഴ്സ് എന്ന് പറയാവുന്ന എക്സിക്യൂട്ടീവ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്കാണ് അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തത്. 1 മണിക്കൂറോളം ഇൻ്റർവ്യൂ അനുവദിക്കുകയും അവരുടെ എല്ലാവിധ ചോദ്യങ്ങൾക്കും അദ്ദേഹം അതിഗംഭീരമായി മറുപടി പറയുകയും ചെയ്തു. ഇത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാം ആലോചിക്കണം, കരൺ താപ്പറുടെ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് 3 മിനിറ്റ് കൊണ്ട് വളരെ ഷാർപ്പായി വളരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് ഉടനെ തന്നെ നരേന്ദ്രമോദി എഴുന്നേറ്റ് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ക്വിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ നരേന്ദ്രമോദി കഴിഞ്ഞ 2024 ലോക്സഭയിലേക്ക് ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂകൾ കൊടുത്തപ്പോൾ ആ ഇൻ്റർവ്യൂകളെല്ലാം തന്നെ ക്യാമറയോ എഡിറ്റിങ്ങോ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഈ പറയുന്ന പോലെ ഇതും അതിൻ്റെ ഏറ്റവും ഒടുവിൽ എഴുതി കാണിച്ചിരുന്നില്ല. ആ എഴുതി കാണിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ ഇൻ്റർവ്യൂ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കൊടുക്കുകയും ആ ക്വസ്റ്റ്യൻ ടെലിപ്രോംപ്റ്ററുകൾ ഉപയോഗിച്ച് ഇൻ്റർവ്യൂവിലൂടെ അദ്ദേഹം പറയുകയും ഏറ്റവും ഒടുവിൽ അതിനുശേഷം അവിടെ തന്നെ, അതായത് PM ഓഫീസ് തന്നെ ഈ കാസറ്റുകളെല്ലാം തന്നെ ഈ ടേപ്പുകളെല്ലാം തന്നെ എഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യും കൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷെ അങ്ങനത്തെ ഒരു നേതാവേ അല്ല പിണറായി വിജയൻ എന്ന് പറയുന്നത്. പിണറായി വിജയനെ നേരിടാൻ പോകുന്ന ഒരു ജേർണലിസ്റ്റും കൃത്യമായിട്ട് ഇപ്പോൾ കരൺ താപ്പറെ പോലെയൊന്നും കേരളത്തിലില്ല എന്നുള്ളതും വാസ്തവമാണ്. ഞാനിത് പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അദ്ദേഹത്തോട് യോജിക്കാം വിയോജിക്കാം, പക്ഷെ അദ്ദേഹത്തിന് മിടുക്കില്ല, കഴിവില്ല എന്നുള്ളതൊന്നും ഒരാളും പറയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു നിരവധി വീഡിയോകൾ ഈ പറയുന്ന കൊടുത്തിട്ടുള്ള എല്ലാ ചാനലുകളിൽ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസും തന്നെ ഞാൻ വളരെ സുസൂക്ഷ്മം കണ്ടു. അതിലാകെ മനേഷ് നാരായണൻ്റെ ഇൻ്റർവ്യൂകൾ മാത്രമാണ്, ക്യൂവിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ മാത്രമാണ് ഞാൻ വിശദമായി കാണാതിരുന്നത്. ബാക്കി നിങ്ങൾ അറിയേണ്ടത് എല്ലാ ചാനലുകൾക്കും തന്നെ ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂകളിൽ ഓരോന്നും നമുക്ക് വിശദമായി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതാണ് ആ ഇൻ്റർവ്യൂകളിലൂടെ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇവിടുത്തെയുള്ള മാധ്യമ പ്രവർത്തകരുടെയും അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെയും തകർത്തെറിയുകയും അവരെ ഉത്തരം മുട്ടിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഏറ്റവും ആദ്യം കൊടുത്തത് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനാണ്. നമുക്കറിയാലോ, ഏഷ്യാനെറ്റിൻ്റെ സിന്ധു സൂര്യകുമാർ വലിയ വിമർശകയായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒരു നന്നായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അത്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ പിണറായി വിജയൻ്റെ അത്രത്തോളം സിന്ധു സൂര്യകുമാർ അതിൻ്റെ പകുതിയുടെ പകുതിയോ പോലും എത്താത്തത് കൊണ്ട് തന്നെ ആ ചോദ്യങ്ങളൊക്കെ തന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ വിട്ടു, ഞാൻ അത് ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങൾക്കും തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. ഒരുപക്ഷെ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം, അതുപോലെ തന്നെ നിരവധി ഈ പറയുന്ന ആളുകൾ വിട്ട് TK ഗോവിന്ദൻ പോയതടക്കം, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന G സുധാകരൻ പോയതടക്കമുള്ള നിരവധി ആളുകൾ, കുഞ്ഞികൃഷ്ണൻ പോയതടക്കമുള്ള നിരവധി ആളുകളൊക്കെ തന്നെ പോകുന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി അദ്ദേഹം മറുപടി പറഞ്ഞു. വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു വാചകം പോലും ആവർത്തിക്കാതെ അദ്ദേഹം മറുപടി പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ മറുപടികളോടുകൂടി തന്നെ ഇവർക്ക് ഉത്തരം മുട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏഷ്യാനെറ്റിന് പോലും അത് ഒരു കാരണവശാലും ഒന്നും എഡിറ്റ് ചെയ്യാൻ സംരക്ഷണം ചെയ്യാതിരിക്കുകയും അതിന്മേൽ ഒന്നും പറയാൻ പറ്റാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ എതിര് നിൽക്കാൻ, അദ്ദേഹത്തിൻ്റെ പകുതി
പകുതി പോലും മിടുക്കോ കഴിവുള്ള നേതാക്കന്മാർ ഇന്ന് കേരളത്തിലില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് CPM-ലും ഇല്ല. അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത ഇൻ്റർവ്യൂ ഞാൻ കാണുന്നത്. അത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ പ്രമോദ് രാമൻ്റെ ഇൻ്റർവ്യൂ ആണ്. പ്രമോദ് രാമൻ എന്ന് പറയുന്നത് മീഡിയ വണ്ണിൻ്റെ ചീഫ് എഡിറ്ററാണ്. മീഡിയ വണ്ണിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയാം. അതിൽ അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് മറ്റേ ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെയാണ് സിന്ധു സൂര്യകുമാർ ഫോക്കസ് ചെയ്തതെങ്കിൽ അടുത്ത ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഫോക്കസ് ചെയ്ത് ജമാഅത്തെ ഇസ്ലാമിയെ എങ്ങനെയാണ് നിങ്ങൾ കുറ്റം പറയുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നുള്ള നിലക്കുള്ള ഒരു 4-5 വീഡിയോകൾ ഇപ്പം എൻ്റെ മൊബൈലിൽ കിടക്കുന്നുണ്ടെന്നും അങ്ങനെ പറയുന്നത് തെറ്റല്ലേ എന്നും ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പുലിപടയിലേക്ക് ചെന്ന് കയറിയ എലിക്കുഞ്ഞിൻ്റെ അവസ്ഥയിലായിപ്പോയി പ്രമോദ് രാമൻ. കാരണം വളരെ കൃത്യമായി ആ വിഷയത്തെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നത് ഒരിക്കലും മുസ്ലിം മതവിമർശനമല്ലെന്നും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അപകടകരമായിട്ടുള്ള ഒരു സംഗതിയാണെന്നും അവർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മതരാഷ്ട്രവാദികളാണെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ചരിത്രവും ഹിസ്റ്ററിയും ഒക്കെ തന്നെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയത്ത് അവതരിപ്പിച്ചുകൊണ്ട് പ്രമോദ് രാമൻ്റെ വായടപ്പിക്കുന്ന മറുപടിയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നൽകിയത്. പിണറായി വിജയനോട് ഒരു വിധത്തിലും തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് ഈ പറയുന്ന ഏതാണ്ട് തർക്കത്തോടെത്തിയ ലെവലിലെത്തിയിട്ട് പോലും പ്രമോദ് രാമൻ പോലും കഴിഞ്ഞില്ല. ഇത്തരത്തിലുള്ള നിരവധി ഇൻ്റർവ്യൂകൾ നമ്മൾ കണ്ടു. ഇതിനെല്ലാത്തിനും ഒടുവിൽ ശേഷമാണ് ജോണി ലൂക്കോസിൻ്റെ ഇൻ്റർവ്യൂ കണ്ടത്. ജോണി ലൂക്കോസിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ജോണി ലൂക്കോസിൻ്റെ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്, അതായത് ജി സുധാകരൻ കാണിച്ച ഒരു ചെറ്റത്തരമാണ് എന്ന് പറയുകയും അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ജോണി ലൂക്കോസിൻ്റെ ഇൻ്റർവ്യൂ, പക്ഷേ ജോണി ലൂക്കോസ് സാധാരണ അങ്ങനെ ഒരു അറ്റാക്കിംഗ് മോഡിൽ ഇൻ്റർവ്യൂ നടത്തുന്ന ഒരാളല്ല. വളരെ സമാധാനത്തോട് എന്നാൽ വളരെ ചിരിച്ചുകൊണ്ട് ലളിതമായി കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരാളുകളാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതാണ്ട് 3000 സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും അതുപോലെ ദുരർത്ഥവും ഒക്കെ തന്നെ കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിൽ ഒരു മാർക്കറ്റിംഗ് കൂടി ടോള് കൂടി ഉണ്ടാകാവുന്ന കാര്യങ്ങളുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ജോണി ലൂക്കോസിൻ്റെയും ജോൺ ബ്രിട്ടാസിൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂകളൊക്കെ പുരോഗമിക്കുന്നത്. ജോണി ലൂക്കോസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ മറ്റേ ജോൺ ബ്രിട്ടാസ് ആയിരുന്നെങ്കിൽ ആളുകളെ കരയിപ്പിച്ചുകൊണ്ട് റേറ്റിംഗ് കൂട്ടുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏതാണ്ട് മാർക്കറ്റുമായി സന്ധി ചെയ്യലാണ് തങ്ങളുടെ ഇൻ്റർവ്യൂസ് എന്നുള്ളതെല്ലാം തന്നെ JB ഷോയെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകളൊക്കെ തന്നെ വളരെ കൃത്യമായി നടക്കുകയും ഈ ജോണി ലൂക്കോസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ്റെ ഒരു നന്ദി പറച്ചിലുണ്ട്. അതുകൂടി നിങ്ങൾ കേൾക്കേണ്ടതാണ്, കേൾക്കാത്തവരുണ്ടെങ്കിൽ. കാരണം ഏറ്റവും എൻ്റെ മാത്രമൊക്കെ ഉണ്ടാവും അതിൽ പറയുന്നത് നന്ദി എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിന് എന്ന് പറയുമ്പോഴേക്കും പിണറായി വിജയൻ പറയുന്നത് നന്ദി, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട്. ആ ചിരിയിൽ ഈ പറഞ്ഞ ജോണി ലൂക്കോസ് പറയുന്നുണ്ട്, ആ ചിരിയിലുണ്ട് എല്ലാം എന്നുള്ളത് ജോണി ലൂക്കോസ് കൂടി സമ്മതിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനോരമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി കേവലം ഒരു ചിരിയിലൂടെ അദ്ദേഹം വളരെ ഗംഭീരമായി അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ മറ്റ് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന കപ്പ് വീട്ടിൽ നിന്ന് കൊണ്ടതാണെന്നും അത് അറിയാതെ സംഭവിച്ചതാണെന്നും അതൊരു PR വർക്കല്ല എന്നുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി ഉത്തരം നൽകുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ സിന്ധു സൂര്യകുമാർ, ഈ പറയുന്ന നമ്മുടെ മീഡിയ വണ്ണിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള പ്രമോദ് രാമൻ, അതുപോലെ മനോരമയുടെ ന്യൂസ് ഡയറക്ടറായിട്ടുള്ള ജോണി ലൂക്കോസ്, ഇത്തരത്തിലുള്ള ആളുകൾ, ഹർഷൻ പൂപ്പാറക്കാരൻ പിന്നെ ഒരു പ്രോ ലെഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ആ ലെവലിലാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാവർക്കും തന്നെ എന്ത് ചെയ്തു, ഇൻ്റർവ്യൂകൾ കൊടുത്തു. പിന്നെ മാതൃഭൂമിയുടെ രാജീവ് ദേവരാജ് ഇവർക്കെല്ലാം തന്നെ ഇൻ്റർവ്യൂ എടുത്തു. മാതൃഭൂമിയുടെ രാജീവ് ദേവരാജൊക്കെ കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇടയിൽ എന്നെ നാണിപ്പിച്ചൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഒരാൾ ഇൻ്റർവ്യൂവിന് വേണ്ടി വരികയും പിണറായി വിജയൻ്റെ മുമ്പിൽ നിന്ന് തൊങ്ങിത്തൊട്ട് കളിക്കുകയും എന്നിട്ട് ഈ പറയുന്ന പോലെ നന്നായിട്ടില്ലേ എൻ്റെ ഈ പറയുന്ന പോലെ ഡ്രസ്സ് എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന നിലവാരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അതാണ് എന്നെ ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത്. ഞാൻ പണ്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ വന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ റിമി ടോമിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ റിമി ടോമി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ റിമി ടോമി നേരെ ചോദിക്കുന്നൊരു ചോദ്യം, എല്ലാ ദിവസവും മുണ്ടക്കൊടുത്ത് നടന്നാൽ മതിയാ, ഇടയ്ക്കൊരു ജീൻസൊക്കെ ഇട്ട് നടക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ സഖാവേ എന്ന് പറയുന്നൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ആ ചോദ്യം കേട്ടിട്ട് കോടിയേരി അവിടെ നിന്ന് തന്നെ കരയണോ അതോ ചിരിക്കണോ അതോ ഈ പറയുന്ന അവിടെ നിന്ന് ഓടിക്കളയണോ എന്ന് പറയുന്ന അവസ്ഥയിലായി പോയിട്ടുണ്ട്. പിന്നെ റിമി ടോമിയുടെ വിവരക്കേടുകളൊക്കെ നമ്മുടെ ജനത്തിന് ഇഷ്ടമായതുകൊണ്ട് പുള്ളി അവിടെ നിന്ന് എന്ത് ചെയ്തു, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലെന്ന് എന്തൊക്കെ പറഞ്ഞ് മറുപടി പറഞ്ഞ് എന്ത് ചെയ്തു, പുള്ളി രക്ഷപ്പെട്ടു. അപ്പോൾ ഇതുപോലെയുള്ള പല മണ്ടത്തരങ്ങളൊക്കെ ആവർത്തിക്കാറുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ കണ്ടേക്കുന്നത് നമുക്കറിയാം മറ്റേ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെയാണ്. അപ്പോൾ അദ്ദേഹം ഇൻ്റർവ്യൂ എടുത്തുമ്പോൾ അദ്ദേഹം അത്തരത്തിൽ വലിയ ആഴത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. പകരം വിജയേട്ട ഞാൻ എങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും കുറച്ച് ഇൻ്റർവ്യൂസ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ചീഫ് എഡിറ്റർമാർക്കും അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുക്കുകയും അവരുടെ ചോദ്യങ്ങളെല്ലാം വളരെ ക്ഷമയോടെ കേൾക്കുകയും കൃത്യമായിട്ട് മറുപടി പറയുകയും ചെയ്തു. ഇതിൽ ഞെട്ടിച്ചൊരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സുജയ പാർവതിയുടെ ഇൻ്റർവ്യൂ ആണ്. സുജയ പാർവതി എന്താണ് കാണിച്ചു കൂട്ടിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ സത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു 3 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 8 വയസ്സുള്ള പെങ്കൊച്ച് വന്നിട്ട് ഈ പറയുന്ന പോലെ മിഡിയും ടോപ്പൊക്കെ ഇട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് എന്താണ് അങ്കിൾ എങ്ങനെയുണ്ട് എന്നെ കാണാൻ എന്ന് ചോദിക്കൂലേ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തൊങ്ങിത്തൊട്ട് കളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഓടി വന്നിട്ട് എങ്ങനെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കൂല. അതുപോലെ ഒരു തൊങ്ങിത്തൊട്ട് കളിയും ഈ പറയുന്ന പോലെ എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന ഒരു പരിപാടിയുമാണ് സുജയുടെ 2 ഇൻ്റർവ്യൂകളിൽ എനിക്ക് തോന്നിയത്. അതൊന്ന് ഈ പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ ആണ്. ആ പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളൊന്ന് കേൾക്കണം. എങ്ങനെയാണ് ഇതുപോലെ ഒരു വാചകം പോലും റിപ്പീറ്റ് ചെയ്യാതെ മറുപടി പറയാൻ കഴിയുക? ഒരു നിരന്തരമായി വായിക്കുന്ന, വളരെയധികം വായിക്കുന്ന ഒരാളാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ വി ഡി സതീശനോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ ആഴ്ചയിൽ 60 ബുക്കോ 150 ബുക്കോ ഒക്കെ വായിക്കും എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ പിണറായി വിജയൻ അതൊന്നും പറഞ്ഞില്ല. പിണറായി വിജയൻ വളരെ ലളിതമായി ഇല്ല, ഞാൻ ഇങ്ങനെ വായിക്കാറുണ്ടായിരുന്നു നേരത്തെ, പക്ഷെ ഇപ്പോൾ വായിക്കാൻ അധികം സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തെ നിരവധി തവണ പുകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിന്നീട് നമ്മൾ കാണുന്ന അടുത്ത രംഗമെന്ന് പറയുന്നത് പിണറായി വിജയനോട് ചോദിക്കുകയാണ്, അങ്ങക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴോ പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ ബാക്കിയുള്ളത് വരുമ്പോഴോ ഒക്കെ തന്നെ എല്ലാം തുറന്ന് പറയാവുന്ന ഒരു സുഹൃത്ത് ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ അത്തരത്തിലുള്ള കൊഞ്ചലിലൊന്നും വീണില്ല. പിണറായി വിജയൻ നേരെ പറയുന്നത് ഉടനെ തന്നെ പിണറായി വിജയൻ പറയുന്ന ഒരൊറ്റ വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ തന്നെ അതിവിടെ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴും വിടുന്നില്ല, വീണ്ടും ചോദിക്കുന്നു, അല്ല അങ്ങനെ ഒരു സുഹൃത്തുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വീണ്ടും പറയുന്നു അങ്ങനെ സുഹൃത്തുണ്ടെങ്കിൽ തന്നെ എന്താണ് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. പിന്നെ ഇടക്ക് ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഇതാണ് എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ഡയലോഗുകളൊക്കെയാണ് കേട്ടത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും അവസാനം എനിക്ക് ഓർമ്മ വന്നത് പിണറായി വിജയൻ ഒരു പാട്ടുകൂടി പാടുമോ എന്നാണ് എനിക്ക് പേടി തോന്നിയത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുജയ പാർവതിയോട് നമ്മുടെ പ്രശസ്തരായ കവി എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹം MLA ആയിരുന്നു. അദ്ദേഹം മികച്ച ഡാൻസറും കൂടിയാണ്. കാരണം ഒരു പെണ്ണിൻ്റെ പുറകെ സ്റ്റേജിൽ ഓടി ഡാൻസ് കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ പെണ്ണ് കൈകൂപ്പി ഓടി രക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടു. കൂടാതെ അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ട്. കവിതകളൊക്കെ വായിച്ചാൽ ഹൈക്കു കവിതകളാണ്. ആ കവിതകളൊക്കെ വായിച്ചാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും, വേണമെങ്കിൽ നാളെ തന്നെ പോയി മരിച്ചു കളയും. അതുപോലെയുള്ള കവിതകളാണ്. അതേ കവിതയിൽ അദ്ദേഹം പറയുന്നത് വഞ്ചകി എന്തൊരു കൊഞ്ചലാണ് ഇവൾക്ക് എന്നൊക്കെ പറഞ്ഞുള്ളൊരു കവിതയുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു കവിത കൂടി സുജയ പാർവതിയുടെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ പിണറായി വിജയൻ പാടുമോ എന്നുള്ളൊരു പേടിയിലായിരുന്നു എനിക്ക്. ഒരു കാര്യത്തിൽ ഞാൻ പിണറായി വിജയനെ നമിക്കാതെ വയ്യ. ഈ ജോണി ലൂക്കോസിൻ്റെ തന്ത്രങ്ങളും അതുപോലെ ഈ പറയുന്ന പോലെ പിണറായിയെ തകർക്കാമെന്ന് പറഞ്ഞ പ്രമോദ് രാവനെയും ഒടിച്ചു മടക്കി കൂട്ടി എന്ന് മാത്രമല്ല സുജയയുടെ ഈ പറഞ്ഞ കൊഞ്ചലിലും അവർ വീണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആകെ ഞാൻ കാണാത്തത്, ക്ഷമിക്കണം, മനീഷ് നാരായണൻ്റെ ഒരു ഇൻ്റർവ്യൂ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ഇൻ്റർവ്യൂകളും ഞാൻ കണ്ടു. റിപ്പോർട്ടർ ചാനലിൽ മാത്രം ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ സുജയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അടുത്തത് കൂടി പറയാനുണ്ട്. സുജയുടെ മറ്റൊരു ഇൻ്റർവ്യൂ കൂടി കണ്ട് ഞാൻ ലജ്ജിച്ചുമായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തേണ്ടത് എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഉദാഹരണമാണ്. പ്രത്യേകിച്ച് ഒരു ചാനലിലെ ചീഫ് എഡിറ്ററാണെന്ന് കൂടി ആലോചിക്കണം. ചീഫ് എഡിറ്റർ ആക്കിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഷോൾഡറിൽ ഏറ്റെടുക്കാനുള്ള കരുത്ത് സുജയ്ക്കില്ലെന്നുള്ളത്. ആ ചീഫ് എഡിറ്റർ വന്നിട്ട് കെ സുധാകരൻ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. സാറ് പുലിയാണ്, സാറ് ഈ പറയുന്ന പോലെ എന്താണ് സിംഹമാണ്, പിന്നെ സാറ് ദിനോസറാണ്, സാറ് ഈ പറയുന്ന പോലെ കാണ്ടാമൃഗമാണ്, കാട്ടുപോത്താണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂവിൽ വേറെ വിഷമമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ്, ഇല്ല വിഷമമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തന്നത് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ ഞാൻ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് വലിയ ആരാധനയുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഒടിഞ്ഞു മടങ്ങുന്നതും നേരത്തെ പറഞ്ഞ പോലെ ജി സുധാകരൻ്റെ മുമ്പിൽ തൊങ്ങിത്തൊട്ട് കളിച്ചിട്ട് നന്നായിട്ടില്ലേ അങ്കിളെ എന്ന് ചോദിക്കുന്ന ലെവലിലുള്ള ഇൻ്റർവ്യൂ ആണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴാണ് അനിൽ അയ്യൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുമ്പോൾ അതിനകത്തൊരു ഇത് കാണുന്നത്. ഞാൻ നാണിച്ച് ലജ്ജിച്ച് തലതാഴ്ത്തി പോയി. ആ തലതാഴ്ത്തി പോയത് ഇൻ്റർവ്യൂ അനുവദിച്ച പിണറായി വിജയന് നന്ദി എന്ന് പറഞ്ഞൊരു പോസ്റ്ററാണ്. എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ അനുവദിച്ച നേതാവിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ കാണുന്നത്. ഞാനിതെല്ലാം പ്രതീക്ഷിച്ചതാണ്. ക്രൗൺ പ്ലാസയിൽ ഞങ്ങളൊരു പരിപാടിക്ക് വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ അവിടെ അന്നാണ് ഇവരുടെ ലോഞ്ച് നടന്നുകൊണ്ടിരുന്നത്. ആ ലോഞ്ച് നടന്നപ്പോൾ തന്നെ ഇവരുടെ വാചകം വഴി ഡയലോഗ് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇവരുടെ കൂടെ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ വേണുഗോപാലകൃഷ്ണനാണ് ആ ഇൻ്റർവ്യൂവിന് വിട്ടിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നേ. പക്ഷെ അതിന് പകരം സുജയ പാർവതിയിലേക്ക് വിട്ടിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻ്റർവ്യൂ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ ഈ പറയുന്ന പോലെ മീഡിയ സെലിബ്രിറ്റികൾ സിനിമയിലെ സെലിബ്രിറ്റികളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വളിപ്പടിക്കാൻ വേണ്ടി വരുന്ന അതേ നിലവാരത്തിലേക്കാണ് ബിഗ് TV എത്തിച്ചേർന്നത് എന്നുള്ളത് സങ്കടപൂർവ്വം പറയാതെ വയ്യ. എന്തായാലും ഇനിയും നമ്മൾ കാത്തിരിക്കും സുജയയുടെ തൊങ്ങിത്തൊട്ടുകളി കാണാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കൊഞ്ചൽ കാണാനും ഞങ്ങൾ കാത്തിരിക്കുന്നു. മറന്നു പോകരുത് കവിത, അത് പാടുന്നൊരു കാലം വിദൂരമല്ല. ഈ പറയുന്ന പോലെ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആരെങ്കിലും അത് എൽദോസ് കുന്നപ്പള്ളി പാടിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. വഞ്ചകി എന്തൊരു കൊഞ്ചലാണ് ഇവൾക്ക്.